ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളെ വയനാട്ടിലത്തെ കല്യാണത്തിന് ഇങ്ങനെ പോവാണ് കേട്ടോ. വയനാട് കല്യാണത്തിന് നേരത്തെ ഇറങ്ങണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ ഏഴരയ്ക്കും ഇറങ്ങുമ്പം അവിടെ കല്യാണം എപ്പോഴാണ് എങ്ങനെയാണെന്നൊന്നും നമുക്കറിയില്ല. ആദ്യമായിട്ട് പോവല്ലേ. അപ്പം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അരീക്കോട് വഴിയായിട്ട് പോകുന്നത്. അപ്പം അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് അവിടെ എത്താം എന്നുള്ളൊരു ഇതിലാണ്, കണക്ക് കൂട്ടലിലാണ് പോകുന്നത്. പിന്നെ മഴ അങ്ങനെയൊന്നുമില്ലല്ലോ, നല്ലൊരു കാലാവസ്ഥയാണ്. രാവിലെ നല്ലൊരു സുഖമാട്ടോ യാത്ര ചെയ്യാനൊക്കെ. അങ്ങനെ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് തലവേദനയ്ക്കുള്ളൊരു ഗുളിക വാങ്ങി. പിന്നെ ഓനക്ക് പമ്പേഴ്സ് ഉണ്ടായിരുന്നില്ല, അത് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങി ആ മിഠായി കഴിച്ചിട്ട് പോകാൻ കേട്ടോ. അപ്പോൾ ഇവിടെ നബിദിനം എന്നാണ് ഇവിടെയൊക്കെ. തിരുവമ്പാടി എത്തിയപ്പം കണ്ട ഫ്ലവർ ഷോ. ഇവിടെ ആൾക്കാരാണ്, നല്ല ഭംഗിയുണ്ട്. ഇവിടെ ഒരു പഞ്ചായത്തിൽ തന്നെ 3 നബിദിനാണ് കേട്ടോ. ഇപ്പൊ 3ാമത്തെയാണ് കാണുന്നത്. ദഫൊന്നും കാണുന്നില്ല ഇവിടെ, ബ്ലോക്കായിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഏത് അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. തൊട്ടടുത്തല്ലേ. പെണ്ണുങ്ങള് നിറച്ചായിരുന്നു. എൻ്റെ അമ്മ ഇത്രയും പെണ്ണുങ്ങളെ നമ്മൾ കണ്ടിട്ടില്ലല്ലേ. എല്ലാരും റോട്ടില്. അങ്ങനെ ഞങ്ങൾക്ക് തന്നെ ഐസ്ക്രീം കിട്ടിയിട്ടുണ്ട്. എനിക്ക് 2 എല്ലാവർക്കും 2 കിട്ടിയില്ലേ? ഇപ്പച്ചക്ക് വേണ്ട. ഇതിന്റെ ഒരു പ്രത്യേകത എന്താണോ, ഒരു വണ്ടിയില്ല കണ്ട, നല്ല അടിപൊളി. ഇത് ഏതാ സ്ഥലം? നമ്മൾ വരാത്ത സ്ഥലം. ഞങ്ങളിവിടെ കൈതപ്പൊയില് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത് നിർത്തിയിട്ടാട്ടോ. നമുക്ക് കുറച്ച് ആൾക്കാരൊപ്പം വരാണ്ട്. ഹലോ, അങ്ങനെ ചുരം സ്റ്റാർട്ട് ആയിക്കണു. എന്തൊരു ക്ലിയർ കുറവും ആയിട്ടുണ്ടാവും. നമ്മള് കാത്തു നിന്ന ആളുകൾ വന്നിട്ടുണ്ട്, നമ്മളെ ബാക്കിലുണ്ട്. ചുരം കുറച്ച് കയറിയപ്പോ തന്നെ ചെവി അടഞ്ഞ് മൂക്കടഞ്ഞ് തണുപ്പ് ചെറുതായിട്ട് കൂടിയില്ലേ. ഉണ്ടായ്മ ആന്ന് വെള്ളച്ചാട്ടൊക്കെ, വെള്ളമൊക്കെ ഉണ്ട്. വലിയ തിരക്കില്ല ചുരം, എന്നാലും ഉണ്ട് അല്ലേ കുറച്ചൊക്കെ ഒരു. ഇപ്പൊ പ്രശ്നമല്ല, അതുവരെ ഉണ്ടായിരുന്നു. മൂക്കടഞ്ഞുകൂടും. മരശ്ശേരി ചുരം മണ്ണിടിഞ്ഞു എന്ന് പറഞ്ഞ നമ്മൾ 2 ചെറുത് കണ്ടില്ലേ, അതാവൂല. കുറച്ച് ചെറുതായിട്ട് ഇടിഞ്ഞത് കണ്ടിട്ടോ. പിന്നെ എങ്ങനെ മല അവിടെ ക്ലിയർ ആക്കാൻ കഴിയൂല. പിന്നെ ഞങ്ങൾ കണ്ടില്ല കേട്ടോ. ഇവിടെയൊക്കെ മണ്ണ് വാരിട്ടൊക്കെ കാണുന്നുണ്ട്. ഇപ്പൊ ചായ കുടിച്ച സ്ഥലമാണിത് അല്ലേ. നമ്മള് ഇരുന്ന് ഇവിടെ ഇരുന്ന് ഒരു വെള്ളച്ചാട്ടം കണ്ട പുക പോണ് കേട്ടോ. ഈ ഭാഗത്തേക്ക് നോക്കി ക്ലിയർ ചെയ്യാം. കുട്ടിക്ക് പള്ള വേദനയാണ് കേട്ടോ. പല്ല് 2 തന്നെ പറിച്ചു കൊടുക്കും. കച്ചോട്ട താഴെ ബാക്കിൽ 2 പല്ല് വന്നിരുന്നു, അത് ഞങ്ങൾ കണ്ടിരുന്നില്ല. പിന്നെ കുറച്ച് വലുതായി, അപ്പോഴാണ് അവള് പറയണ പല്ല് വന്നു സംഭവം. അങ്ങനെ പെട്ടെന്ന് പറിച്ചെടുത്തു. അപ്പൊ അതിന് പള്ളവേദന. സുഖണ്ട ഇത് കണ്ട, ഇത് ഇവിടുന്ന് ഇങ്ങോട്ട് മല ഇടിഞ്ഞതാട്ടോ. കണ്ടില്ല താത്തട്ടെ, അതിന് ഇവിടെ എത്തട്ടെ. ഓ, മുകളിൽ നിന്ന് ഇടിഞ്ഞിക്കണില്ലേ, വെറുതെ അല്ല ഇവിടെ കടിച്ചിട്ടീന്ന് സംഭവം കണ്ടോ. ഇടിഞ്ഞ് വീണിക്കണ് കണ്ടോ. വലിയ ഇടിച്ചില്ലാട്ടോ, ഇത്രയും ഇടിഞ്ഞിക്കണ്. നിർത്താൻ സമ്മതിക്കൂല, പോലീസ് നിക്കണട്ടോ. ആ മല ഇടിഞ്ഞതുകൊണ്ടാണ് കേട്ടോ അല്ലേ. അതുകൊണ്ടാണ് ഇവിടെ മാത്രം നിക്കാൻ പറ്റുള്ളൂ, ഈ മൂലയില്. 10 മണിയായപ്പോ ഞങ്ങൾ വൈത്തിരി എത്തിയിട്ടുണ്ട് കേട്ടോ. എന്റെ അല്ലു കൊറേ ഛർദിച്ചല്ലുട്ടിയെ. കയ്പൊന്നുമില്ലല്ലോ, കൊറേ ഛർദിച്ചു മാറി. ഇവിടെ റബ്ബി ലെവല് നമ്മളൊരു പള്ളി കണ്ട്. ഈ സമയത്താണ് പാട്ടൊക്കെ. അങ്ങനെ ആകുമ്പോ വൈകുന്നേരം ഐസ്ക്രീം ഒന്നും കൂടെ ഉണ്ട്, വെള്ളായിട്ടുണ്ടാവും. 25 ഇതിലിങ്ങനെ നിക്കാട്ടോ ഡിഗ്രിയില്. മഴയില്ല, എന്നാലോ വെയിലും ഇല്ല. ഒരു ചെറിയ തണുപ്പ്, നല്ല തണുപ്പുണ്ട്. ചെറുതല്ല, നമ്മുടെ ഒരു AC ചെറുതായിട്ടിടണ ഒരു തണുപ്പുണ്ട്. അങ്ങനെ തേയിലത്തോട്ടങ്ങളൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മളെത്താനായിട്ട് നമുക്ക് പോവേണ്ടത് കൽപ്പറ്റ മുട്ടില് കയറുന്ന സ്ഥലത്താണ്. മുട്ടി
കണ്ട വലിയൊരു തുണിക്കട യെസ് ഭാരത്. ഓ അതിന്റെ ഉള്ളിലൊക്കെ മുന്നത്തെ ലൈറ്റ് ആക്കാം ഭയങ്കര ഭംഗിയ. ഇതാണ് മുട്ടിലിട്ടോ. ഇവിടെ താഴത്താണ് ഇവര് താമസിക്കുന്നത്. അവിടെ താഴത്തേക്കുള്ള അതിലാണ് താമസിക്കുന്നത്. കല്യാണം ഓഡിറ്റോറിയത്തിലാണ്. എവിടെ ഓഡിറ്റോറിയം? ഞങ്ങൾ ഓഡിറ്റോറിയത്തിലേക്ക് എത്തിയിട്ടുണ്ട്. MR ഓഡിറ്റോറിയം. ഇതാണ് ഓഡിറ്റോറിയം. ആളുകള് വരുന്നുള്ളൂല്ലോ. കല്യാണം തുടങ്ങണുള്ളൂ കേട്ടോ. നമ്മളെ ടീമൊക്കെ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നുള്ളൂ. കുപ്പായ മാറ്റി വെച്ച് ഷർട്ട് മാറ്റി. ടീമാണിട്ടത്. ചെക്കൻ്റെ പേര് ഇതാ മുഹമ്മദ് യുനൈഫ്. ഇപ്പാൻ്റെ പേര് യൂസഫാട്ടോ. പിന്നെ ഷംന ഷെറിൻ പെണ്ണിൻ്റെ പേര്. അപ്പോൾ രാവിലെ തന്നെ എന്താ വെൽക്കം ഡ്രിങ്ക് നമ്മൾ ചെന്നേക്കുണ്ട് കേട്ടോ. വത്തക്ക പിന്നെ പേരക്ക അങ്ങനെ എന്താ പലതും ഉണ്ട്. ഞാൻ പേരക്കയാണ് കുടിച്ചത്. പിന്നെ എന്താ കരിമ്പോട് സെറ്റപ്പാണ് കേട്ടോ. ഞങ്ങൾ ചെല്ലുമ്പോൾ ഉണ്ടല്ലോ ആരും ഇല്ല കേട്ടോ. ആരും ഇല്ല എന്ന് പറഞ്ഞാൽ അവർ കുറച്ച് ആൾക്കാർ, അവർ കുടുംബക്കാർ മാത്രം. അപ്പോൾ എന്താ വെച്ചാൽ അപ്പുറത്ത് തന്നെ നമുക്ക് ഡ്രസ്സ് മാറ്റാനും മേക്കപ്പ് ചെയ്യാനും എല്ലാത്തിനുള്ള ഒരു 3 ബെഡ്റൂമും ഒക്കെ ആയിട്ട് വലിയൊരു വീടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും അവിടെയാണ് മേക്കപ്പ് ചെയ്യലും മാറ്റലും ഒക്കെ ഉണ്ടോ. ഇതിന് തൊട്ടടുത്തുള്ളത് തന്നെയാണ്, ഇതിൻ്റെ തന്നെയാണ്. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. മുകൾക്കൊന്നുമില്ല. ഇതാ ഈ കാണുന്ന ഇവിടെ മാത്രമേ ഉള്ളൂ. പിന്നെ ഫുഡ് കഴിക്കാനുള്ള ഒരു ഏരിയയും അത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ ഒരു ഇതിന് ഓഡിറ്റോറിയത്തിന് വരുന്നത് അത് മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതാ ഫോട്ടോസൊക്കെ എടുക്കാൻ തുടങ്ങി. ആളുകളൊക്കെ കുറച്ചൊക്കെ എത്തി തുടങ്ങിയിട്ടോ. അപ്പോൾ ഇവിടുത്തെ ഒരു കഥ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ 11 മണിക്കൊക്കെ ചോറ് കൊടുക്കും അല്ലേ. ഇവിടെ ഇത് നമ്മൾ വയലത്തൂരത്തെ ടീമാട്ടോ. ബാവയും കുട്ടിയൊക്കെ അത് ഇരിക്കുന്നത് ഫുള്ള് വയലത്തൂർക്കാരനാണ് 3/4 ഭാഗമുള്ളത് കേട്ടോ. നാട്ടിലത്തെ ആൾ ഇവർ അവിടെയൊന്നും ഇപ്പം ഇങ്ങോട്ട് കുറേ കാലമായിട്ട് ഇങ്ങോട്ട് മാറിയിട്ട് കുറേ ആയി. പക്ഷേ എന്നാലും അവിടേക്ക് നല്ല ബന്ധമുണ്ട്. ബാക്കിയുള്ളവരൊക്കെ അവിടെ തന്നെയാണല്ലോ. അങ്ങനെ ഉമ്മയൊക്കെ അവിടെ തന്നെയായിട്ട് നാട്ടിലാണ്. അങ്ങനെയാണ് അത്രയും ആൾക്കാർക്ക്. പിന്നെ ഞങ്ങളെ ഫോട്ടോ എടുപ്പ് കഴിഞ്ഞപ്പോൾ ഇവന് അവിടെ സംസാരിക്കുക കേട്ടോ. ഞങ്ങളവിടെ പോയി നിന്നൊക്കെ ചെയ്തിരുന്നവർ വീട്ടിൽ. അങ്ങനെ അവരോടൊക്കെ സംസാരിക്കണം. ബാൻ്റെ നല്ലൊരു ചങ്ങായിയാണ് കേട്ടോ. പിന്നെ നമ്മൾ നടനുണ്ടല്ലോ അബു സലീം, അത് ഇവരെ ഭയങ്കര ഫ്രണ്ടാട്ടോ. അപ്പോൾ അവർ ചെന്നൈയിലാണ്. ആ ഒരു ലോക എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സിനിമൻ്റെ ആ ഒരു ഇതിലാണ് കേട്ടോ. അതുകൊണ്ട് വരാൻ പറ്റിയില്ല. ഞങ്ങൾ ചോദിച്ചന്വേഷിച്ച്. അങ്ങനെ പിന്നെ ചോറൊക്കെ അതാ കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട്. ചോറ് ബിരിയാണി സാദാ ചോറ് രണ്ടും ഉണ്ട് കേട്ടോ. പല്ല് ഛർദ്ദിച്ചിട്ട് ഭയങ്കര ക്ഷീണമാണ് കേട്ടോ. അവളാണെങ്കിൽ ഒന്നിനും നിൽക്കണില്ല. അപ്പോൾ ബിരിയാണി ആദ്യം എടുത്തു. ബിരിയാണി എടുത്ത് അവൾക്കും ബിരിയാണി കൊടുത്തേക്ക് ബിരിയാണി വായിക്കിട്ടിട്ടുള്ളൂ. അപ്പേക്കാണ് ഛർദ്ദിച്ചവൾ കേട്ടോ. പിന്നെ അവൾക്ക് പിന്നെ കുറച്ചും കൂടി കൊടുത്തിയാൽ ഞാനെന്താ കാട്ടി കുറച്ച് ബിരിയാണി പിന്നെ സാദാ ചോറ് കേട്ടോ. ഇത് എന്താ കലീസ എന്താ പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ്. ഓട്സ് പായസം എന്ന് പറഞ്ഞാൽ മതി, അത്ര മതി. അതാണ് സംഭവം കേട്ടോ. ഞാൻ അതുവരെ ഇത് ഉണ്ടാക്കി നോക്കില്ല. കാരണം നമ്മൾ ഓട്സ് പായസം ഉണ്ടാക്കുന്നതാണ്. അതിൻ്റെയൊക്കെ ആ ഒരു തന്നെ പ്രത്യേകിച്ചിട്ടുള്ള ഒരു സംഭവം അതിലില്ല. പിന്നെ അത് ജിലേബി ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങളത് ഇറങ്ങാൻ വേണ്ടി നിൽക്കട്ടെ. പുതിയാപ്പിള ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോഴേക്ക് സമയം എത്രയാണെന്ന് ചോദിച്ചാൽ 2:30 ആയിട്ടുണ്ട് പുതിയാപ്പിള ഇറങ്ങുന്ന സമയം. ഇവിടെ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. 12:15 ചോറ് കൊടുക്കുക. ഞങ്ങൾ 2:45 ഇറങ്ങുമ്പോൾ ആളുകൾ കല്യാണത്തിന് വരുന്നത്. ഇതൊക്കെയാണ് വയനാട്ടിൽ ഈ ഒരു കല്യാണം കേട്ടോ. വേറെയുള്ള നമുക്കറിയില്ല. കണ്ടോ നിറച്ച് പൂക്കൾ കേട്ടോ. വെൽവെറ്റ് മല്ലിക കണ്ടില്ലേ? വെൽവെറ്റ് മല്ലികൻ്റെ വിത്തൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാ ഇതിപ്പോൾ നിറയെ വിത്തുണ്ടായിരുന്നു. ഇങ്ങനെ അവിടെ ഒരു ചാലാണ് കേട്ടോ വെള്ളം പോകുന്നത്. പൈക്കിങ്ങനെ ചാടി കൊണ്ട് നിൽക്കുക. അപ്പോൾ ഞാൻ മുണ്ടർ ഞാൻ പറക്കട്ടെ വെച്ചപ്പോൾ അവിടുന്ന് ശരിക്കാണ്ട് ഉണങ്ങിയിട്ടില്ല. ഞാൻ കൊണ്ടുവന്ന് ഉണക്കിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടുന്ന് പോന്നു. 2:45 യാത്രയൊക്കെ പറഞ്ഞ് അപ്പം ഇറങ്ങിയിട്ടുള്ളൂ കേട്ടോ. ഓനെ ഇറങ്ങി ഉടനെ തന്നെ പോന്നു. ഇനി പെണ്ണ് 4 കിലോമീറ്റർ അടുത്താണെങ്കിൽ പോലും എത്തുമ്പോഴേക്ക് 3:30-4 മണിയാവും. അപ്പോൾ ഇവിടെ ഒരു പാർക്ക് ഇതുണ്ട്, ഡാമുണ്ട് കേട്ടോ. കാഞ്ഞിരട്ട എന്തൊരു ഡാം ശരിക്കും കിട്ടണില്ല, മറന്ന്. അപ്പോൾ അത് കാണാൻ പറഞ്ഞിട്ട് ഇതാ ഈ ഒരു റൂട്ടിലൂടെ പോകട്ടെ. നമ്മളൊപ്പമുള്ള ആൾക്കാർ പറഞ്ഞാൽ പുതിയ വണ്ടി എടുത്തതാണ്, കറണ്ടിൻ്റെ വണ്ടി. കുണ്ടും കുഴി കൂടെ പോകണവർ കുറേ ബാക്കിലായിട്ട് ശ്രദ്ധിച്ച് പോരുകയാണ്. നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ. ഇപ്പുറത്ത് നമുക്ക് ഇതാണ് ആ ഡാമിന്റെ അവിടെ. ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത്. ഇവിടെ 3 പ്രാവശ്യം വന്നിട്ടുണ്ട് ഞങ്ങൾ. ഉമ്മാനെ കൊണ്ട് വന്നിട്ടുണ്ട്. ആദ്യം ചെറുതായിരുന്നു, പിന്നെ അതിന് മുന്നേ അല്ലായിരുന്നു. അങ്ങനെ വന്നിട്ടുണ്ട്. അങ്ങനെ പോകുന്നതാണ്. ഡാമിന്റെ അവിടുന്ന് വെള്ളം വരുന്ന ആ ഒരു കേട്ടോ. അപ്പൊ ഞങ്ങൾ ഇവിടെ അങ്ങനെ കുറേ സമയം ഭയങ്കര ചൂടും വെയിലാണ്. ആ ഡാമിന്റെ അടുത്തൊന്നും പോകാൻ പറ്റില്ല കേട്ടോ.
അങ്ങനെ ഞങ്ങൾ പിന്നെ വെള്ളത്തിന്റെ ഇവിടെ നിന്ന് കുറേ ചെക്കന്മാർ മീൻ പിടിക്കണൊക്കെ അതൊക്കെ കാണുമ്പോൾ വലിയ അതൊന്നും തോന്നൂല കേട്ടോ, നമുക്ക് ആഴമുണ്ട് തോന്നൂല. പക്ഷെങ്കിൽ നല്ല ആഴമാണ് കേട്ടോ, കണ്ടാൽ തന്നെ മനസ്സിലാവും. പിന്നെ ഇപ്പറ ഭാഗത്ത് കറുത്തിട്ട് ഇങ്ങനെ നിൽക്കണോ സൈഡ് ഉണ്ടോ, ഇങ്ങനെ ചുയില്ലേ, ചുയ്യാണ് കേട്ടോ. അത് കണ്ടിട്ട് പേടിയാവും, അത്രക്ക് ആഴമുള്ളൊരു. അതുകൊണ്ട് നമുക്ക് അതിലിറങ്ങാൻ പറ്റും, പക്ഷെ ഇറങ്ങുന്നില്ല, പേടിയാണ് പേടിക്കാൻ. അങ്ങനെ കുറേ സമയം അവിടെ ചിലവഴിച്ചു, കാരണം ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അതിക്ക് ഇറങ്ങാൻ പേടിയ ഞങ്ങള് അതൊക്കെ കുറെ സമയം അവിടെ ഇരുന്നിട്ടുണ്ട് കേട്ടോ. ഒരു ഞങ്ങള് ഡാം കാണാൻ പോയില്ല, ഞങ്ങള് കൂടെ ഉള്ള ഓല് പോയിട്ടുണ്ടാവും. ഞങ്ങളത് നമ്മള് ഇത്ര 3 വട്ടം ആ ഒരു സമയത്ത് ഇങ്ങനെ അതുകൊണ്ട് നമ്മൾ രാവിലെ പോയി വൈകുന്നേരം വലിയ യാത്രകളൊക്കെ പറ്റുമല്ലോ, അവിടെ നിൽക്കേണ്ടത് അത് കഴിഞ്ഞ് വൈകുന്നേരം പോരാ. അങ്ങനെ പോന്നിട്ടുണ്ട്. അല്ലോ കുറഞ്ഞിട്ടോ, അവള് വണ്ടി കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനും തന്നെ ഒന്ന് ഉറക്കം, ഭയങ്കര ഉറക്കം. അങ്ങനെ കുറച്ചൊക്കെ ഒന്ന് ഇതായി. അതിൽ പിന്നെ ഞങ്ങൾ ഈ ഗാന്ധി ഗ്രാമം ഉണ്ടാവുമല്ലോ, അതിൽ നിന്ന് കുറച്ച് ഇതൊക്കെ വാങ്ങാം, ഏലക്ക അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഞാനും മുത്തുട്ടി മാത്രമേ ഇറങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെ ചെന്ന് പലവിധ സാധനങ്ങളുണ്ട് കേട്ടോ, നമുക്ക് ഇങ്ങനെ കണ്ടാലെല്ലാം വാങ്ങാൻ തോന്നും. കണ്ടില്ലേ, ഇങ്ങനെ ഞാൻ ഈ ഗാന്ധി ഗ്രാമത്തിൻ്റെ ഈ ഒരു ഇങ്ങനത്തെ കടകൾ ആദ്യമായിട്ട് കാണിട്ട്, ഇത്രയും സാധനങ്ങൾ കടകൾ നമ്മൾ കഴിഞ്ഞ വയനാട്ടിലേക്ക് പോകുമ്പോൾ ഏലക്കയും പിന്നെ പട്ട, ഗ്രാമ്പു അങ്ങനത്തെ കുറേ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഈ ഒരു കടയിൽ കണ്ടോ എല്ലാ സംഭവങ്ങളും ഉണ്ട്. എല്ലാം പറഞ്ഞാൽ ഒരു വീട്ടിലേക്ക് എന്താ വേണ്ടത് അതൊക്കെ ഉണ്ട്, കുട്ടികൾക്ക് എന്താ വേണ്ടത് അതും ഉണ്ട്. അങ്ങനെ എല്ലാ സംഭവമുണ്ട്. എനിക്ക് ഈ വിത്തുകളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, അടിയിലൊക്കെ കൊടുമ്പുളിയും പുളി ഉണ്ടല്ലോ, പുളി ഭയങ്കര കറുത്ത പുളി കേട്ടോ. എന്നിട്ട് അതിങ്ങനെ ഉണ്ടാക്കി വെച്ച് കണ്ടോ, ഉണ്ടാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. എനിക്കിത് വാങ്ങാൻ നല്ല ബുദ്ധിമുട്ട്. 50 രൂപ കേട്ടോ ഈ ഒരു ചെറിയൊരു ഉണ്ടാക്ക്. അപ്പോൾ പറഞ്ഞു അതൊന്നും വാങ്ങണ്ടാവില്ല, ഉറപ്പാണ് ഞാൻ ആ വണ്ടിയിൽ നിന്ന് അത് കഴിക്കും, ഛർദ്ദി. അപ്പോൾ അതുകൊണ്ട് 30 വാങ്ങാൻ പറ്റും. ഇതൊക്കെ കൊടുമ്പുളിയാണ് കേട്ടോ. പിന്നെ ഇതാണ് എനിക്ക് വാങ്ങാനായിട്ട് സവാളൻ്റെ വിത്ത്, പല വിത്തുകൾ കേട്ടോ. നമ്മളിവിടെ ഒന്നും ഇങ്ങനെ ഞാൻ കണ്ടില്ല, സവാളിൻ്റെ വിത്തൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പല ഐറ്റംസ് വിത്തുകൾ ഞാൻ അവിടുന്ന് വാങ്ങിയില്ല. അവിടുന്ന് ഞാൻ പോയി കാറിൻ്റെ ഞാൻ ഗൂഗിൾ പേ ചെയ്യണ്ടേന്ന് വിചാരിച്ച് മടിച്ചിട്ട് വാങ്ങിയില്ല. എൻ്റെ ആ ഒരു മടി ഉണ്ടല്ലോ, പിന്നെ എനിക്ക് ആ വിത്തുകൾ കിട്ടിയിട്ടില്ല വേറെ കടയിൽ നിന്ന്. പിന്നെ ഇവിടുന്ന് ഇതിൻ്റെ പായസം ഉണ്ടെന്ന് പറഞ്ഞിട്ടേ, നമ്മളെ മുളയരി പായസമല്ലേ, അത് വാങ്ങാൻ വേണ്ടിയായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ആ കാറിൻ്റെ അപ്പുറത്ത് പാർക്ക് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു മുളയരി പായസത്തിന് 30 രൂപയാണ് കേട്ടോ. സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ, ഇത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഗോതമ്പിൽ കുലാവി എന്നൊക്കെ പറയും നമ്മളെ നാട്ടിൽ, ഗോതമ്പിൻ്റെ അങ്ങനെയാണ് കേട്ടോ സംഭവം. ഇത് അത്ര ഇവർക്കും ആർക്കും വലിയ ഇഷ്ടമായില്ല. എന്നാലും 2 ഗ്ലാസ് വാങ്ങി. 1 ഗ്ലാസ് മൊത്തം ഞാൻ കുടിച്ച്, 1 ഗ്ലാസ് എല്ലാവരും കൂടെ കുടിച്ച്. എനിക്കിഷ്ടമായിട്ടോ. എനിക്കല്ലെങ്കിൽ ഗോതമ്പ് പായസം ഉണ്ടല്ലോ നമ്മൾ ശർക്കര ഇട്ട്, അത് ഭയങ്കര ഇഷ്ടമായിട്ടോ. അങ്ങനെ ഞങ്ങൾ വേറൊരു കടയിൽ കയറിയിട്ടോ. അതിൽ നിന്നാണ് പിന്നെ ഇതൊക്കെ വാങ്ങി. ലീഫിനൊക്കെ 20 രൂപയാണ്, പട്ടക്ക് 40 രൂപ കേട്ടോ. പിന്നെ നല്ല ക്വാളിറ്റി ഏലക്കായ ഉണ്ട് ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പുറത്ത് സെക്കൻഡ് ഹാൻഡ് ആയിരുന്നു, അതിന് തന്നെ നമുക്ക് നല്ല വില ഉണ്ട് കേട്ടോ. അവിടെ 390, ഇവിടെ 340 ഉള്ളൂ. അങ്ങനെ ഒരു കാപ്പിപ്പൊടിൻ്റെ പേക്കും ഏലക്കായ 100 ഗ്രാം വാങ്ങിയിട്ടോ. ഞാൻ 100 ഗ്രാം വാങ്ങി ഇങ്ങനെ പോന്നു. ഈ ഒരു വണ്ടിയിലുണ്ടല്ലോ, ഇതിൽ നിറയെ പഴമാണ് കേട്ടോ, പച്ചപ്പഴവും പഴുത്ത പഴക്കണ കൊണ്ട് ഈ ഒരു കുരങ്ങന്മാർ ഫുള്ള് അതിൻ്റെ മുകളിലായിരുന്നു. പിന്നെ ഒരു പഴം കൊണ്ടുണ്ട് ഒരാൾ ഇറങ്ങിയിട്ടോ, കണ്ടോ കഴിക്കണ് ഇറങ്ങിയതാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കൂടെ ആ ഷീറ്റിൻ്റെ ഉള്ളിൽ കൂടെ നൂണ്ട് പോയിട്ട് എടുത്താണ്. അങ്ങനെ പിന്നെ നമ്മളിതാ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. നോളജ് സിറ്റി കാണാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് സമയം നമുക്ക് ഉണ്ടായിരുന്നു കേട്ടോ. 5 മണി അങ്ങോട്ടായിട്ടുള്ളൂ. അപ്പോൾ പറഞ്ഞു അങ്ങനെ നമുക്കത് കാണാം. ആ ഒരു ദിവസം വന്ന് ഇവിടെ നിസ്കരിച്ച് പോയിട്ടുണ്ട് എന്നാണ്. അങ്ങനെ അത് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയ കേട്ടോ. നല്ല ഭംഗിയാണല്ലോ മുകളിൽ നിന്ന് കണ്ടോ. ഇതിങ്ങനെ രാത്രി കാണാൻ നല്ല ഭംഗിയാണ് നമ്മളെ ചുരം ഇറങ്ങി വരുമ്പോൾ. ഇപ്പോൾ പകൽ ലൈറ്റൊന്നുമില്ല, പക്ഷെങ്കിൽ അത് കാണാമെന്ന് പറഞ്ഞാണ്ട് ഇറങ്ങിയതാട്ടോ. നമുക്ക് മൂത്രയിക്കാനും കാര്യത്തിനൊക്കെ ഉണ്ട്. അങ്ങനെ ഇറങ്ങിയാണ്ട് വന്ന് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ റൗണ്ട് അടിച്ചാലും നടുവിലാട്ടോ പള്ളി. ഇതൊന്നല്ല, അതൊക്കെ കടകളാണ്, നടുവിലാണ് പള്ളി. എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. എല്ലാ സാധനങ്ങളും കുട്ടികൾക്ക് കളിക്കാനുള്ളതും അങ്ങനെ സംഭവങ്ങൾ കുറേ കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ ഉള്ളിലത്ര പള്ളി, ഇങ്ങനെ ഒരു വട്ടം ഫുള്ള് ഷോപ്പിംഗ് കോംപ്ലക്സ്. കോഴിക്കോടൻ ഹലുവകളും ഊതത്തറും ഫുള്ളും ഊതത്തറാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിലാകെ ഇങ്ങനെ ഒരു റൗണ്ടാണിത്. ജ്യൂസ് കടയൊക്കെ പൂട്ടിക്കുന്നു ഞായറാഴ്ച ആയിട്ടായിരുന്നു. എവിടെ നമുക്ക് ഇവിടെ എവിടെയെല്ലാം ഇറങ്ങി, നമ്മൾ വണ്ടിയില്ല അവിടെ ബാഗുകൾ ആയിട്ട് കുറേ കടകളാണ്
മസാജ് സെന്റർ കറിക്കട വെൽനെസ് സെന്ററാണത്. നമ്മളെ സാധനം ആകെ 2% ചാർജ് ഉള്ളൂ കേട്ടോ. കട്ടായ തീർന്ന് നമ്മളെ വീഡിയോ. 4 മിഠായികൾ വെറും ഷോളിൻ്റെ കളക്ഷനാണ് ഈ കാണണം. ഈ ഒരു കട മൊത്ത ഷോളാണ്. ഈ ഓടലടാ അയ്യോ ഇടാ നിൽക്കേ ഇവിടെ കുറേ നടക്കാണ്ട് കണ്ടിട്ടാ. വാർത്തക്കടകളുണ്ട്. 750 അത്ര ഈ വാർത്തക്കട. അത് സാധ്യല്ലേ ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്. നമ്മൾ കാണുള്ളൂ, നമ്മൾ വാങ്ങൂല. ഐറ്റംസ് ആട്ടോ. ഫുള്ള് ഫാൻസിയാണേ. അങ്ങട്ടില്ല. പാൻറ് വിളിച്ചാടും തുടങ്ങി. പൊന്നത് നേരാക്കോട്ട് ഇവിടെ തിരിഞ്ഞ് ഇവിടെ ആയിട്ട് നമ്മളെ വണ്ടി വെച്ച് ഇവിടെ എത്തി. ഇനി ഒരു ചായ കുടിച്ചിട്ട് നേരെ വീട്ടിൽ പോവാണ്. ഇനി വീഡിയോ അല്ല, നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഒരു ചായയും കൂടെ കുടിച്ചിട്ട്, കാരണം അത് സ്വിച്ച് ഓഫ് ആവുകയാണ്.